നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സത്താൻ മെനുവിൽ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പലഹാരങ്ങളൊന്നും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ റവയും പഴമൊക്കെ ചേർത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അവലും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് റവ ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബാറ്റർ കട്ടിയിലാണ് വേണ്ടത്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം ഞാൻ പുഴുങ്ങിയിട്ട് അതിൻ്റെ നടുവിലുള്ള നാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചതാണിത്. നമ്മൾ പഴം ഒന്ന് ഉടച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇതുപോലെ എടുക്കുക. ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളിനി കുതിർന്ന റവ നമ്മളതൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ജാറിലേക്ക് എടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിന് നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മധുരത്തിന് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ വേണം. അപ്പോൾ മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിക്കാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റവയാണ്. അപ്പോൾ ഇരിക്കുന്നതോറും അത് കുതിർന്ന് നമുക്കൊന്നും കൂടെ കട്ടിയായി പോകും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് ശർക്കര വേണം മധുരത്തിന്. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ടാവും. ഞാൻ കപ്പ് കണക്കല്ല ശർക്കരയായിട്ട് എടുത്തിട്ടുള്ളത്, ഏകദേശം ഒരു 1.5 പിടി എടുത്തിട്ടുണ്ടാകും. ഏകദേശം കണക്കിലെടുത്തതാണ്. പിന്നെ ഞാൻ കുറച്ച് അവല എടുത്തിട്ടുണ്ട്, ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴം ഈ അവലിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലൊക്കെ വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് പഴം, ശർക്കര, പിന്നെ നമുക്ക് തേങ്ങ കൂടെ വേണം. അപ്പോൾ തേങ്ങ ചിരകിയത് ഏകദേശം ഒരു 2 പിടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ 3ഉം കൂടെ നെയ്യിന് വഴറ്റിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഇത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ഫ്ലേവർ ഉണ്ടാവും, നെയ്യുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ ഇതിനകത്തേക്ക് ക്യാമറയിൽ കാണിക്കാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ ഒരു നുള്ള് ഏലക്കാപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ക്യാമറയിൽ റെക്കോർഡായിട്ടില്ല. അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് തേങ്ങ കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉരുട്ടി ഇതിങ്ങനെ ബോൾസായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും അവൽ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവൽ വറുത്ത് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഉണ്ടല്ലോ അത് ഈ ബാറ്ററിനകത്ത് മുക്കിയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ഇടരുത് കേട്ടോ, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ നെയ്യിൽ നിങ്ങൾക്ക് വഴറ്റിയിട്ട് എടുക്കാമെന്നുള്ളത്. അപ്പം നെയ്യിൽ വഴറ്റുന്ന സമയത്ത് നമ്മുടെ ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി പോകും. അതായത് പഴവും ശർക്കരയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുകി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവൽ പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ചേർക്കുന്നതിനേക്കാളും അവൽ നന്നായിട്ട് വറുത്ത് പൊടിക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ചേർക്കണം. അവലിന് ഇത്ര പോലെ അവൽ വേണമെന്നുള്ള അളവില്ല. നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവൽ ആഡ് ചെയ്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് അധികം എണ്ണയൊന്നും കുടിക്കില്ല, കാരണം റവ ഇട്ടതുകൊണ്ട് അധികം എണ്ണ കുടിക്കില്ല അത്. അപ്പോൾ നമ്മുടെ മൈദക്കും ഗോതമ്പ് പൊടിക്കൊക്കെ പകരം നമുക്ക് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സ്നാക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ക്രിസ്പി ആയിരിക്കും അതിൻ്റെ പുറം ഭാഗം. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ചും
ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതായിട്ടൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നല്ലൊരു 4 മണി പലഹാരം എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്